മുടിയൊക്കെ നരച്ചു തുടങ്ങി കുഞ്ഞുമണിയെ. കടയിൽ നുറുക്കിയത് വെറുതെ ആയിപ്പോയി. ചിരിച്ചേ. ഹാപ്പി മോനെ, എന്ത് കുറയ്ക്കണീ നീ? എന്തിട്ട് നിന്റെ പ്രശ്നം? ആ സന്തോഷായില്ലേ? എവിടെയാ മോളെ നമ്മുടെ ബീഫ്? ചേട്ടൻ അങ്ങോട്ട് നുറുക്കട്ടെ അങ്ങോട്ട്. ശുന്തിരിമണി എവിടെയാ? ശുന്തിരിമണി എവിടെയാ? എവിടെ? എടുക്ക് ബീഫ് മേടിച്ചെടുക്ക്. കടയിൽ നിന്ന് മേടിക്കുമ്പോ വലുതാക്കി നോക്കുമ്പോഴുള്ള പ്രശ്നം അത്. നല്ല അടിപൊളി കത്തിയാണല്ലോ. ഗായ്സ്, നമ്മൾ ബീഫ് നോക്കാണ് ഗായ്സ്. കടയിൽ നിന്ന് നുറുക്കിയത് വെറുതെ ആയിപ്പോയി. തെന്നികള് വലിയ കഷ്ണമാക്കി ഇട്ടാ. ഇരുന്ന സ്ഥലം പോരാ, അവിടെ നിന്ന് മാറിയോള്. ഇവിടെ നിന്ന് നുറുക്കാനായിരുന്നു. ചക്കയും ബീഫും സുന്ദരിമണിയെ മതി. സൗണ്ട് ഉണ്ടാക്കിയാൽ ബീഫ് സ്റ്റൈലാണ്. ബീഫും കായൊക്കെ ഇട്ടിട്ട് കലക്കി നമുക്ക് വയ്ക്കാൻ എന്ത് ബീഫും കായും ചക്കി എന്തിട്ടൊക്കെ ഇടുന്നില്ല കുറെ കരിമ്പൊടികള്. അടിക്ക് കണ്ണ അടിക്ക്, എല്ലാരും കാണട്ടാ നിന്റെ അടി. ഓ മണിന്ദ്ര വീഡിയോ സെറ്റൊക്കെയല്ലേ ആടാ? നമുക്ക് പഠിക്കാം. ആ എടുത്തു വയ്ക്കും, ഞങ്ങോട്ട് വരാം. കണ്ണന്നേട്ടൻ നമ്പരടിക്കാൻ വിളിക്കുക. എന്തായി ഷുട്ടായി? പൊടികൾ കലക്കണ്ടല്ലോ. പൊടി പൊടി പൊടി. വേഗം ഞാൻ വരുമ്പോഴേക്കുണ്ടാക്കുക. പോയി തോട്ടിയെ പോയിട്ട് കുളിക്കട്ടെ. തോട്ടിയെ പോയി കുളിച്ച് വരുമ്പോഴേക്കും ബീഫും കായും റെഡി. ബീഫും കായും ചക്കുപ്പേരി. ഓക്കെ ഓക്കെയാ? ഉപ്പേരി ചക്ക. അങ്ങനെ ബീഫും ചക്കയും ബീഫും കായും ചക്കുപ്പേരി. അപ്പൊ ഞാൻ തോട്ടേ പോയി കുളിച്ചില്ല. ഓക്കെ.
ഞാൻ വരുമ്പോഴേക്ക് സെറ്റ് ആക്കി വെച്ചോ കുളം. ഓക്കെ ഓക്കെയാ, ബൈ ബൈ. അജി പോട്ടറാ, ഡാ പോടാ ചെക്ക സെറ്റ്. കുളിക്കാൻ പോവാൻ കാത്തിരിക്കുന്ന നമ്മുടെ 2 നൻപന്മാർ. ആ യെസ് ബോസ്. ട്യൂബ് എടുക്കപ്പോ അത് കുഴപ്പമില്ല, ഇനി സെറ്റ് ആവണം നമുക്ക്. ഇന്നലെ ആ കുളത്തിൽ ഒരാൾ മരിച്ചു എന്നല്ലേ പറഞ്ഞ സീനില് നമുക്ക് സെറ്റ്. ജിമ്മിന് പോവാന്ന് വിചാരാന്റെ പറടാ പോലെ നമുക്ക് മോനെ വണ്ടി എടുക്കാം പോവാ. നമുക്ക് എടാ ഇന്നലെ ആ കുളത്തിൽ ഒരു പയ്യൻ മരിച്ചു പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോണോ? കുഴപ്പമില്ലല്ലേ? നീ നേരത്തെ വെച്ചോട്ടാ. കുളിക്കിറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും പറങ്ങും. ചാടി ചാടിക്കോ. ഓ എടാ പാപ്പിച്ചാ കളിക്കണ നമുക്ക് കുളി കഴിഞ്ഞിറങ്ങാം. സെറ്റ്. വീട്ടിൽ പോ ചായ പാപ്പിരൊക്കെ ചായ. എടാ കുളി കഴിഞ്ഞ് പോവല്ലേ, ചായ കുടിക്കാം. പാപ്പിയായി ചായ സെറ്റ്. പാപ്പിരൊക്കെ ചായയും സമൂസനും. കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇങ്ങനെയാണ്. കലിപ്പൻ ഭർത്താവ് ജിമ്മൻ സൈക്കിൾ ശ്യാമുട്ടൻ. ബീഫ് ഞാൻ അരിഞ്ഞു കൊടുക്കണ സമയത്തിനടാ കുളിക്കാൻ പോണെന്ന് പറഞ്ഞു. ഒന്നും കഴിച്ചിട്ടില്ല. ശ്യാമുട്ടനൊക്കെ ചെലവാണുള്ളത്. മധുരം കൂട്ടിയില്ല, മധുരില്ലല്ലേ?
എത്രേട്ടാ? എടാ ശരിടാ, ബൈ ബൈ. ശ്യാമട്ടാ എയറടിക്കായില്ലേ? ശരി അപ്പോ ബൈ. തിരുമണിത്തിയാ? ആ അത് മതി, വീഡിയോയില് കേൾക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞല്ലോ. എന്നിട്ടാ ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തിന്നാ? എന്തിന്? അമ്മാളിന് ഇന്ന് സ്പെഷ്യലായിട്ട് പാപ്പന്റെ വക മോമോസ് ഉണ്ടാവും, ബീഫ് മോമോസ്. ആ വൈകുന്നേരം, ഇപ്പഴല്ലേട്ടാ വൈകുന്നേരം. അമ്മാളും പാപ്പന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി പൊന്നുമണിയെ. പുണ്യനെ വിളിക്കുമ്പോ പാപ്പ അപ്പൂപ്പനാവുന്നു നിലയ്ക്ക്. പാത്രം എടുക്കൂ കുട്ടി. ബോൾട്ട് മണി കുളിച്ചില്ലെന്ന് മണിയേ? ഉറക്കം വന്നിട്ട് അയ്യേ എന്റെ പൊന്നിനെ. ലുക്ക് ഉണ്ടല്ലേ വേഗം ചോറോളം പിയാ പിയാ വായ ചോറ് നമുക്ക്. അമ്മാളുവിനെ നിലത്തിരുത്താം. അമ്മാളുവിനെ ചൂടെടുത്ത് വരുന്നുണ്ട് ബോൾട്ട് പണി. യെസ്, ബീഫും കായും പിന്നെ നമ്മുടെ ചക്കുപ്പേരിയും. എന്താ അമ്മാളിന് വേണ്ട? അമ്മാളിന് ഏതാ? ബീഫ് വേണ്ടല്ലോ. ബീഫ് വേണം, ചക്ക വേണോ? ചക്കുപ്പേരി വേണ്ട? എങ്ങനെയുണ്ടാ ബീഫ്? അടിപൊളിയല്ലേ? ബീഫിന്റെ ഇത് ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലേ? ബീഫ് നല്ല ബീഫല്ലേ നോക്കിയാ മതി. എങ്ങനെയുണ്ട് ബീഫ്? ബോൾട്ട് മണി എങ്ങനെയുണ്ട്? സൗണ്ട് നിങ്ങളുടെ വീഡിയോയിൽ കേൾക്കണ്ട.
മടല് കഴിഞ്ഞിട്ടോട്ട് ബോൾട്ട് പണി കഴിഞ്ഞില്ല. വയറിന്നറിഞ്ഞില്ലേ പൊന്നുമണിയാ? ബോൾട്ട് മണി മുത്തുമ്മ ഫോമിനിട്ട് ചിരിക്കരുള്. പറയാൻ പറ്റണില്ല എന്തിനാ നടന്നില്ല. ആ കയ്യെഴുതുമ്പോ ഫോമിന് വന്നിട്ട് ചിരിക്കുക.